നമുക്ക് പുതിയ ഡോർ കിട്ടിയിട്ടുണ്ട്, ഫിറ്റ് ചെയ്യാം. പുതിയ ഡോറ് ഇനി ഫിറ്റ് ചെയ്യണം. അതിനു മുമ്പ് നമ്മുടെ ഇന്റീരിയർ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ഫുൾ ചെളിയും പൊടിയും അഴുക്കൊക്കെയാണ് ലെതർ. ഇത് നമുക്ക് ഫുള്ളൊരു ഇന്റീരിയർ ടീമിന് കൊടുക്കുവാണ്. ലെതർ ഫുള്ള് സ്റ്റീം ചെയ്ത് വാഷ് ചെയ്ത് എല്ലാം ക്ലീൻ ആക്കിയിട്ട് 2 hours നമുക്ക് തിരിച്ചു കിട്ടും. ഇതിന്റെ ബാക്ക് ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിപ്പാണ്. ഇത് കണ്ടോ, 2 ക്ലിപ്പിലാണ് ഇരിക്കുന്നത്. ആ ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഇത് കണ്ടോ, കലങ്ങളായിട്ട് കഴിച്ചു തീർത്ത് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റിമൂവൽ കാണിച്ചു തരാം. T50 ടോട്ട്സ് വെച്ചിട്ട് റിമൂവ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മുടെ സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് റിമൂവ് ചെയ്താൽ ഇത് ഫുൾ ഊരിപ്പോരും. എന്താ T50യുടെ സ്ക്രൂ ഇത് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതെങ്ങ് ഊരി പോന്നാൽ നമുക്കിത് ഞാനത്തോടെ റിമൂവ് ചെയ്ത് എടുക്കാം. പൈസക്ക് കിട്ടിയില്ല, കൊള്ളാം. ഇതെന്തിൻ്റെയാണ്? ഇത് കണ്ട ക്യാപ്പ്. ഓക്കെ, ചില്ലറ കിട്ടി. ഞാൻ കാശ് വാരും മോനെ. അപ്പോൾ ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് കാണാം. ബാക്ക് സീറ്റ്സ് അഴിക്കാനായിട്ട് ആദ്യമേ റിമൂവ് ചെയ്യേണ്ടത് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഈ പാനലുകളാണ്. ആ പാനൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പോരും. അതായത് 2 ക്ലിപ്പ്, ഈ ക്ലിപ്പും ഈ ക്ലിപ്പുമാണ് ഉള്ളത്, 3 എണ്ണം. അതായത് ഇവിടെയും ഇതിനകത്തും ഇവിടെ ആയിട്ട് ഇത് ക്ലിപ്പായിട്ട് വരുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. കണ്ടോ, ഇത് ഊരിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു T50യുടെ സ്ക്രൂ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഊരിപ്പോരും. പിന്നെ ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു തട്ട് കെട്ടി കഴിഞ്ഞാൽ ഇതൊരു സ്ലോട്ടാണ്. ആ സ്ലോട്ടിൽ നിന്ന് ഊരിപ്പോന്ന ഈ പീസ് വരും. പിന്നെ ഇതും ഇതുപോലെ തന്നെ ഇത് കഴിക്കണം. ഈ സാധനം ഫസ്റ്റ് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, എന്താ, പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ്, പിന്നെ മേലത്തെ ക്ലിപ്പ്. കണ്ട ഈസി. ഇതൊക്കെ ഇലക്ട്രിക് സംഭവം എന്തൊക്കെയാണ്, എന്താ ഓപ്പണൊന്നും അറിയില്ല. ഇവിടെ ഒരു T50 ഉണ്ട്. ഇതും കൂടെ അയച്ചു കഴിഞ്ഞാൽ ഈ സീറ്റും ഊരിപ്പോന്നു. ഫ്രണ്ടിലത്തെ സീറ്റ് 2 ഊരാം. അതും ഊരി ഇത് നമുക്ക് ലെതർ ടീമിന് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടിയെല്ലാം ചെയ്യാം. ഈ ക്യാപ്പ്, എയർ ബാഗ് ചിഹ്നമൊക്കെ ഉള്ളത് ഇത് നൈസായിട്ട് അങ്ങോട്ട് ഊരിയെടുത്ത് അങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് ഈ T50യുടെ സ്ക്രൂവിലേക്ക് ആക്സസ് കിട്ടി. ഈ T50യുടെ സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഊരിപ്പോരും. സീറ്റ് ബെൽറ്റ് ഊരിയ ബാക്കി ഈ T40യുടെ 4 സ്ക്രൂസ്, ഫ്രണ്ടിൽ 2 എണ്ണം ബാക്കിൽ 2 എണ്ണം, അത് 2 അയച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് ഊരിപ്പോരും. അപ്പോൾ സീറ്റ് ഊരാം. സീറ്റ് ബെൽറ്റ് അയച്ചു, ഇതേ കിടക്കുന്നു സീറ്റ് ബെൽറ്റ്. ഇനി ഇതേ ഈ സ്ക്രൂ ഇത് അഴിക്കാൻ പോവാം. ബാക്കിലെ 2 ടോർ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞു. ഇനി ഫ്രണ്ടിലെ 2 എണ്ണം ഫ്രണ്ടിലേക്ക് പോകും. എല്ലാ നട്ടും നമ്മൾ അഴിച്ച് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് എയർ ബാഗിൻ്റെ മൊഡ്യൂള്, പിന്നെ സീറ്റ് ഹീറ്റിങ്ങിൻ്റെ മൊഡ്യൂള്. ഇതെല്ലാം നമുക്ക് അഴിക്കണം. ഈ ക്ലിപ്പ് ഞെക്കിയിട്ട് ബ്ലാക്ക് സാധനം ഉണ്ടെങ്കിലല്ല, ഇത്രേ ഉള്ളൂ. നമ്മുടെ സീറ്റ് ഊരിപ്പോന്ന്. ഒരു സാധനം പറഞ്ഞു പോയില്ല നമ്മള്, എയർ ബാഗിന്റെ മുടിയിൽ അയച്ച എയർ ബാഗിന്റെ മുടിയിൽ അയക്കാതെ സീറ്റ് അയക്കാതെ. അങ്ങനെ ഫുൾ ഇന്റീരിയർ, ഫുൾ ഇന്റീരിയർ അയച്ചു. നമ്മുടെ ബാക്ക് സീറ്റ് ഫുള്ള് പോയി, ഫ്രണ്ട് സീറ്റ് ഫുള്ള് കഴിഞ്ഞു. നമ്മുടെ
എയർ ബാഗ് സെറ്റ് ചെയ്യണം. എയർ ബാഗ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്, എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇനി സീറ്റ് എല്ലാം നമ്മൾ മറ്റേ ഇൻറ്റീരിയർ ടീമിന് കൊടുത്ത് അവരത് ക്ലീൻ ചെയ്തുകൊണ്ട് വരും. അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലോർ ഫുള്ള് ക്ലീൻ ചെയ്യണം. വേണ്ട, ഞാൻ ഒരുവിധം കൈ കൊണ്ട് നമ്മൾ ചെയ്തു, ഇനി കൈ കൊണ്ട് നടക്കില്ല, ഫുള്ള് വാക്യൂം എടുത്ത് വാക്യൂം ക്ലീൻ ചെയ്യണം. ഇതാണ് സീറ്റില്ലാതെ ഉള്ള BMW 1 സീരീസ്. കണ്ട, അപ്പോൾ ഈ കാറിൽ പോയിരിക്കുന്നത് ബാക്ക് സൈഡ് ഡോറാണ്. ഭാഗ്യവശാൽ വേറൊന്നുമില്ല. ഫ്രണ്ടിൽ എന്തോ പറ്റിയിട്ട് എയർ ബാഗ് സിഗ്നൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എയർ ബാഗ് അഴിച്ചു നോക്കിയത്. എയർ ബാഗ് പൊട്ടിയിട്ടില്ല, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫ്യൂസ് വല്ലതും പോയതായിരിക്കും. അത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിഗ്നൽ ഉണ്ടെങ്കിൽ അതായത് സിഗ്നൽ കട്ടാവുന്നുണ്ട്. സിഗ്നൽ കട്ടാവുന്നതുകൊണ്ടാണ് എയർ ബാഗ് സിമ്പിൾ കാണിക്കുന്നത്. അതെന്താണെന്ന് നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എയർ ബാഗിൻ്റെ ഇനി പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിലുള്ള ഈ 2 മൊഡ്യൂള്, ഇത് രണ്ടും നോക്കണം. എന്തായാലും സൈഡ് സ്കർട്ടും ഇതിലൊന്നും എയർ ബാഗ് ഒന്നും ഡിപ്ലോയ് ആയിട്ടില്ല. നമുക്ക് നോക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അല്ലേ, എന്താ ഫുൾ വാക്യൂം ചെയ്ത് പക്കയാക്കി ബാക്കും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സീറ്റ്സ് ഫിറ്റ് ചെയ്യാം. നമ്മുടെ സീറ്റുകളെല്ലാം ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. വാ കാണിച്ചു തരാം. നമ്മുടെ സീറ്റ് ഫുള്ള് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക്, ഇത് ഫ്രണ്ടിലത്തെ സീറ്റ്, ബാക്കിലത്തെ സീറ്റ്, ബാക്കിലെ ഇതെല്ലാം ഉണ്ട്. ഇനി ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇനി താഴത്തെ സീറ്റും ഇതിൻ്റെ ട്രെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് തീർന്നു. ഓക്കെ, ഈസി പീസി സെറ്റ്. ഇനി നമുക്ക് താഴത്തെ ഇത് കൊണ്ടുവരാം, സീറ്റ് വെക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് ഇവിടുത്തെ ക്ലിപ്പാട്ടോ. കാലിനിടയ്ക്ക് വെച്ചിട്ട് കളി മുട്ട. ഈ 4 സ്ക്രൂവും ഫിറ്റ് ചെയ്ത് എയർ ബാഗ് മൊഡ്യൂളും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ സീറ്റ് പരിപാടി തീർന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്യണം. ഏകദേശം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ 4 T50 സ്ക്രൂ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ഫിറ്റ് ചെയ്ത് തരും. 2 സ്ക്രൂ പിന്നെ എയർ ബാഗ് മൊഡ്യൂളും ഇതും കൂടെ ഫിറ്റ് ചെയ്യണം. എയർ ബാഗ് മൊഡ്യൂളും കൂടെ ഫിറ്റ് ചെയ്യുകയാണ്. ക്യാപ്പ് ലോക്ക് ചെയ്തിട്ടില്ല. എയർ ബാഗ് മൊഡ്യൂൾ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എയർ ബാഗിൻ്റെ സിമ്പിൾ വരും. സീറ്റിൻ്റെ ഇത് ഹെഡ് റെസ്റ്റ് വെക്കാനായിട്ട് ചാച്ചിട്ട് കുത്തി അങ്ങോട്ട് ഇറക്കുക. ഓ യെസ്. ഇനി നമ്മുടെ അഴിച്ച സീറ്റ് ബെൽറ്റിൻ്റെ ഇത് ഫിറ്റ് ചെയ്തു. ഈ ക്യാപ്പാണ് നമ്മുടെ എയർ ബാഗിൻ്റെ. ഇങ്ങനെയല്ലേ, അതോ ഇങ്ങനെയായിരുന്നു? ഓ, ഇത് ആ സൈഡാണ്.
സൈഡ് മാറിപ്പോയി. ഇതാ ഇപ്പുറത്തെ സൈഡ്. ഇങ്ങനെയാണ്. ആദ്യമേ അടിവശം താഴത്തോട്ട് പോകുന്നു. യെസ്, ഓൾ സെറ്റ്. അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. കണ്ട എം ഫോർ എം പെർഫോമൻസ്, BMW എം പെർഫോമൻസ് വേരിയന്റിൽ വരുന്ന വണ്ടികളായതെല്ലാം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ സ്പോർട്ട്. പണ്ട് മുതലുള്ള മോട്ടോർ സ്പോർട്ട്, അതായത് റാലിയിൽ, സ്പോർട്സ്, റേസ്, ഇതിലെല്ലാം BMW പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് BMWസിലെ മോട്ടോർ സ്പോർട്ട് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും. അതിന് വേറെ നമ്മുടെ കോയിൽ ഓവറും, അതായത് സസ്പെൻഷനും ബ്രേക്സും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതാണ് എം പെർഫോമൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അതിൽ വരുന്ന മിക്ക സീരീസിലും ഉണ്ടാവും BMW എം സീരീസ്. നമ്മുടെ മറ്റേ ഔഡിയിൽ എസ് ലൈൻ എന്ന് പറയുന്ന പോലെയാണ് BMW എം വരുന്നത്. എം സ്പോർട്ട്, എം പെർഫോമൻസ്. സീറ്റ് ഡൺ. ഇനി നമുക്ക് ഈ ഡോർ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് 2 സ്ലോട്ടിലേക്ക് ഇട്ടു. ഇത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഫിറ്റ് ചെയ്ത് 2 നട്ടും ഇതും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോറ് പരിപാടി കഴിഞ്ഞു. 14mm സോക്കറ്റ്, അതിൻ്റെ നട്ട് ഫിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും ഫിറ്റ് ചെയ്തു. ഡാമേജ് ആയ ലെഫ്റ്റ് സൈഡ് ഡോറ് അങ്ങനെ റീപ്ലേസ് ചെയ്തു. ഇന്റീരിയർ സീറ്റ്സ് എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്റീരിയർ പരിപാടി ഫുള്ള് കഴിഞ്ഞു. അടുത്ത പാർട്ട്, അടുത്ത വീഡിയോയിൽ ഈ കാറിൻ്റെ മോഡിഫിക്കേഷൻസും പിന്നെ ഈ കാർ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നുണ്ട്, അതും കാണിച്ചു തരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കീപ് സബ്സ്ക്രൈബിങ്. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് നമുക്ക്. അപ്പോൾ ദിസ് ഇസ് GS സൈനിങ് ഓഫ് ഫ്രം ബ്രണാക് ആൻഡ് ഹാപ്പി ദീപാവലി. അടുത്ത വീഡിയോ കാണാം.